ഹായ് ഹലോ എല്ലാവർക്കും PSC ഓഡിയോ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ PSC ഓഡിയോ മാത്രമേ ലഭിക്കുകയുള്ളൂ. വർക്ക് ചെയ്യുന്നവർക്കും അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാർക്കുമൊക്കെ ഉപകാരപ്പെടുന്നൊരു ചാനലാണിത്. ഇവിടെ ഓഡിയോ ക്ലാസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പം നമുക്കിന്ന് ആദ്യമായിട്ട് എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ്സല്ല, ഒരു നോട്ടാണ് വായിക്കുന്നതെന്ന് പറയുന്നത്. പ്രവൃത്തി എന്ന് പറയുന്ന ഫിസിക്സിലെ പ്രവൃത്തി എന്ന ഭാഗമാണ് വർക്ക്. അപ്പോൾ നോക്കാം. ബലത്തിന് വിധേയമായി ഒരു വസ്തുവിന് സ്ഥാനാന്തരമുണ്ടാകുമ്പോഴാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബലത്തിന് വിധേയമായി ഒരു വസ്തുവിന് സ്ഥാനാന്തരമുണ്ടാകുമ്പോഴാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. ബലത്തിന് വിധേയമായി ഒരു വസ്തുവിന് സ്ഥാനാന്തരം ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടാകുമ്പോഴാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. മീൻസ് ഇപ്പോൾ ഞാനൊരു ബോക്സ് തള്ളുകയാണ്, ഒരു മേശപ്പുറത്തൊരു ബോക്സ് ഇരിക്കുകയാണ്, അത് ഞാൻ തള്ളുകയാണെങ്കിൽ അതിന് സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മാറിയിട്ടുണ്ട്, അത് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഞാനൊരു പ്രവൃത്തി ചെയ്യപ്പെടുന്നുണ്ട്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാൽ ആ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ ഞാൻ മുന്നോട്ടാണ് തള്ളുന്നതെങ്കിൽ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. പ്രവൃത്തി കാണുന്നത് ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. വർക്ക് കാണുന്നത് ഫോഴ്സ് ഇൻറ്റു എസ് ആണ്, എഫ് ഇൻറ്റു എസ് ആണ്. ഓക്കെ, എഫ് ഇൻറ്റു എസ് ആണ്. അപ്പോൾ പ്രവൃത്തി എന്ന് പറയുന്നത് ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എപ്പോഴും ജൂളാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ബലത്തിന് വിധേയമായി ഒരു വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുമ്പോഴാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. ബലത്തിന് വിധേയമായിട്ട് ഒരു വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുമ്പോഴാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. അപ്പം ഒന്നുകൂടെ പഠിക്കാം. ന്യൂട്ടൺ മീറ്റർ എന്നത് പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റാണ്. ഒരു ജൂൾ എന്നത് ഒരു ന്യൂട്ടൺ മീറ്ററാണ്. 1000 ജൂൾ എന്നത് 1 കിലോ ജൂളാണ്. 1000 ജൂൾ എന്നത് 1 കിലോ ജൂളാണ്. അപ്പോൾ 1 ജൂൾ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ മീറ്ററാണ്. 1000 ജൂൾ എന്ന് പറയുന്നത് 1 കിലോ ജൂളാണ്. ഒരു വസ്തുവിനെ ലംബമായി മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു വസ്തുവിനെ ലംബമായിട്ട്, അപ്പം നേരെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നോക്കാം. അപ്പം ഇവിടെ W എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇൻറ്റു എസ് ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഇവിടെ വേറൊരു ഇക്വേഷൻ വരും, mg ഇൻറ്റു എച്ച് എന്ന് വരും. അപ്പം mg എന്ന് പറയുന്നത് വസ്തുവിൽ ഭൂമി പ്രയോഗിച്ച ബലമാണ്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് ഉയരമാണ്. ഇവിടെ എന്ത് വരും? mg ഇൻറ്റു എച്ച് എന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ആൻസർ കിട്ടും. അതായത് 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്തുവാൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ. ഓക്കെ, ഒരു വ്യക്തി ഒരു ലോഹപ്പെട്ടി തള്ളുമ്പോൾ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല എങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തി എന്താണ്? 0 ആണ്. ഒരു വ്യക്തി ഒരു ലോഹപ്പെട്ടി തള്ളുമ്പോൾ ആ വസ്തുവിന് സ്ഥാനാന്തരം ലഭിക്കുന്നില്ല എങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തി 0 ആയിരിക്കും. സ്ഥാനാന്തരം ഉണ്ടാകാതെ ചെലുത്തപ്പെടുന്ന ബലം എത്ര വലുതായാലും പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല. ഉണ്ടാക്കാതെ ചെലുത്തപ്പെടുന്ന ബലം എന്താണ്? എത്ര വലുതായാലും അവിടെ എന്ത് ചെയ്യുന്നില്ല? പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും 0 ആയിരിക്കും. താഴേക്ക് ചലിക്കുന്ന കല്ലിൽ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി, വടംവലി മത്സരത്തിൽ ജയിക്കുന്ന ടീം വട്ടത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്നിവ പോസിറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. അപ്പോൾ താഴേക്ക് ചലിക്കുന്ന കല്ലിൽ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തിയും അതുപോലെ തന്നെ വടംവലി മത്സരത്തിൽ ജയിക്കുന്ന ടീം വട്ടത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്നിവ പോസിറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങളാണ്. തലയിൽ ചുമടുമായി പടവുകൾ കയറുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവായി കണക്കാക്കപ്പെടുന്നു. പോസിറ്റീവ് പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു. ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഒരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബലം പ്രവർത്തിക്കുമ്പോൾ ആ വസ്തു പ്രവൃത്തി ചെയ്യപ്പെടുന്നതായി പറയുന്നു.
അപ്പോൾ ഒരു വസ്തുവിൽ ഒരു ബലം പ്രവർത്തിക്കുമ്പോൾ ആ വസ്തു എന്ത് ചെയ്യപ്പെടുന്നു? പ്രവൃത്തി ചെയ്യപ്പെടുന്നതായി പറയപ്പെടുന്നു. ചലനം ത്വരിതപ്പെടുത്തുമ്പോൾ ചെയ്യുന്ന ജോലി പോസിറ്റീവും ചലനം മന്ദഗതിയിലാകുമ്പോൾ ചെയ്യുന്ന ജോലി നെഗറ്റീവും ആയിരിക്കും. അപ്പം ചലനം ത്വരിതപ്പെടുത്തുമ്പോൾ ചെയ്യുന്ന ജോലി പോസിറ്റീവും ചലനം മന്ദഗതിയിലാകുമ്പോൾ ചെയ്യുന്ന ജോലി നെഗറ്റീവും ആയിരിക്കും. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജ്ജം നെഗറ്റീവാണ്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ഊർജ്ജം എന്താണ്? ആകെ നെഗറ്റീവാണ്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തി 0ആണ്. അപ്പോൾ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തി 0ആണ്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജ്ജം നെഗറ്റീവാണ്. ഇവിടെ നെഗറ്റീവുമാണ്, അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തി 0വും ആണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായാൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. അപ്പോൾ തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ഞാൻ എൻ്റെ അടുത്തേക്കാണ് വലിക്കുന്നത്, അതായത് എൻ്റെ അടുത്തേക്ക് ഞാൻ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ആ സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. തറ പ്രയോഗിച്ച ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവായിരിക്കും. ഇവിടെ തറ പ്രയോഗിച്ചൊരു ഘർഷണ ബലം ഉണ്ടാവില്ലേ? ഇപ്പം തറയിലിരിക്കുന്ന വസ്തുവിനെ ഞാൻ എൻ്റെ അടുത്തേക്ക് നീക്കുമ്പോൾ അത് എൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. പക്ഷേ അവിടെ ഒരു ഘർഷണ ബലം തറ പ്രയോഗിച്ചിട്ടുണ്ട്, അതെന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. കാരണം ഘർഷണ ബലത്തിന് വിധേയമായിട്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അടുത്ത ഭാഗമാണ് എനർജി. പ്രവൃത്തി അളക്കാനുള്ള അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം എന്ന് പറയുന്നത്. ഇപ്പം എനിക്കൊരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതാണ് ഊർജ്ജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. പ്രവൃത്തി അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റാണ് ജൂൾ എന്നറിയപ്പെടുന്നത്. പ്രവൃത്തി ചെയ്യാൻ അല്ലെങ്കിൽ പ്രവൃത്തി അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം എന്ന് പറഞ്ഞു. ഊർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ജൂളാണ്. നമ്മൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് പഠിച്ചത്? ജൂൾ എന്നാണ് പഠിച്ചത് അല്ലേ? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. മറ്റൊരു യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു എനർജിയുടെ യൂണിറ്റും SI യൂണിറ്റും ജൂളാണ്. ഊർജ്ജത്തിൻ്റെ CIG യൂണിറ്റ് എന്താണ്? അത് എർഗാണ്. ഊർജ്ജത്തിൻ്റെ CIG യൂണിറ്റ് എർഗാണ്. യൂണിറ്റിന് CIG യൂണിറ്റ്, ഊർജ്ജത്തിൻ്റെ CIG യൂണിറ്റ് എന്താണ്? എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁷ എർഗാണ്. ഇവിടെ നിന്ന് പഠിച്ചു പോവുക. ഒരു ജൂൾ എന്ന് പറയുന്നത് എന്താണ്? 10⁷ എർഗാണ്. 10⁷ എർഗാണ്. 10⁷ എർഗാണ്. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 360 ജൂൾ 3600 ജൂളാണ്. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ്. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ്. അപ്പോൾ ഊർജ്ജത്തിൻ്റെ CIG യൂണിറ്റ് എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁷ എർഗാണ്. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ്. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ്. ഊർജ്ജം എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് ആരാണെന്ന്? തോമസ് യങ് ആണ്. പഠിച്ചു പോവുക. ഊർജ്ജം എന്ന വാക്ക്, എനർജി, ഊർജ്ജം എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജ്ജം എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജ്ജം എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജ്ജ രൂപങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? യാന്ത്രികോർജ്ജമുണ്ട്, സൗരോർജ്ജമുണ്ട്, താപോർജ്ജമുണ്ട്, രാസോർജ്ജമുണ്ട്, വൈദ്യുതോർജ്ജമുണ്ട്, ശബ്ദോർജ്ജമുണ്ട്, പ്രകാശോർജ്ജമുണ്ട്, കാന്തികോർജ്ജമുണ്ട്, ആണവോർജ്ജമുണ്ട്. അപ്പം യാന്ത്രികോർജ്ജം, സൗരോർജ്ജം, താപോർജ്ജം, രാസോർജ്ജം. യാന്ത്രികോർജ്ജം, സൗരോർജ്ജം, താപോർജ്ജം, രാസോർജ്ജം, വൈദ്യുതോർജ്ജം, ശബ്ദോർജ്ജം, പ്രകാശോർജ്ജം, കാന്തികോർജ്ജം, ആണവോർജ്ജം ഒക്കെ എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്? ഊർജ്ജ രൂപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ ഊർജ്ജ രൂപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ വാഹനങ്ങളെ ചലിപ്പിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ വാഹനങ്ങളെ ചലിപ്പിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം ഏതാണ്? അത് രാസോർജ്ജമാണ്. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്ന രാസോർജ്ജമാണ്. അപ്പം നമ്മളിപ്പോൾ അടുപ്പിലൊക്കെ വിറക് കത്തിക്കുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്ന രാസോർജ്ജമാണ് ലഭിക്കുന്നത്. അടുത്ത് നമ്മൾ ജെയിംസ് പ്രസ്ക്യൂട്ട് ജൂളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ജെയിംസ് പ്രസ്ക്യൂട്ട് ജൂൾ. അപ്പോൾ നമ്മൾ പഠിച്ചു ഊർജ്ജം എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ച ആരാണ്? തോമസ് യങ് ആണ്. ഊർജ്ജത്തിൻ്റെ CIG യൂണിറ്റ് ആരാണ്? എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് എത്രയാണ്? 10⁷ എർഗാണ്. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് എത്രയാണ്? 3600 ജൂളാണ്. അപ്പോൾ ജെയിംസ് പ്രസ്ക്യൂട്ട് ജൂൾ എന്ന് പറയുന്ന ആരാന്ന് നോക്കാം. അദ്ദേഹം യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം, താപോർജ്ജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയൊരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം, താപോർജ്ജം എന്നിവയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ആരാണ്? ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഊർജ്ജ സംരക്ഷണ നിയമം, ജൂൾ നിയമം എന്നിവ ആവിഷ്കരിച്ചു. ആരാണ്? ജെയിംസ് പ്രസ്ക്യൂട്ട് ജൂൾ എന്നറിയപ്പെടുന്നത്. ഊർജ്ജ സംരക്ഷണ നിയമം, എനർജി,
എനർജി സംരക്ഷണ നിയമം, ഊർജ്ജ സംരക്ഷണ നിയമം, ജൂൾ നിയമം എന്നിവ ആവിഷ്കരിച്ചു. പ്രവൃത്തി, ഊർജ്ജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന നാമകരണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ്. അപ്പോൾ ഊർജ്ജ സംരക്ഷണ നിയമം, ജൂൾ നിയമമൊക്കെ ആവിഷ്കരിച്ച ആരാണ്? ജെയിംസ് പ്രസ്കോട്ട് ജൂളാണ്. ഊർജ്ജ സംരക്ഷണ നിയമം എന്താണ്? ഊർജ്ജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഊർജ്ജത്തെ പുതുതായിട്ട് സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതുപോലെ തന്നെ എന്നാൽ ഊർജ്ജത്തെ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഊർജ്ജത്തെ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിൽ നിന്നുള്ള മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനുള്ള കഴിവുള്ളതാണ് നമ്മളിവിടെ അദ്ദേഹം പറയുന്നത്, അതായത് ഊർജ്ജ സംരക്ഷണ നിയമത്തിൽ പറയുന്നത്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, പക്ഷേ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് സിമ്പിളായിട്ട് ഇവിടെ പറയുന്നത്. അപ്പം നമ്മളിവിടെ 2 പേര് പഠിച്ചിട്ടുണ്ട്. ഒന്ന് തോമസ് യങ്, ഊർജ്ജം എന്ന വാക്ക് ഉപയോഗിച്ച് തോമസ് യങ് ആണ്. ജെയിംസ് പ്രസ്കോട്ട് ജൂളാണ് ഊർജ്ജ സംരക്ഷണ നിയമം, ജൂൾ നിയമം എന്നിവ ആവിഷ്കരിച്ചത്. ഓക്കെ.